بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിവന്ദരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് സൂറത്താണ് നമ്മൾ എടുക്കുന്നത്. യൂസുഫ് സൂറത്തിൽ 50 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് 51-ാമത്തെ ആയത്താണ് എടുക്കുന്നത്. ഖാല മാ ഖത്ബുകുന്ന ഇദ് റാവതുന്ന യൂസുഫ അൻ നഫ്സിഹി ഖുൽനാ ഹാശ ലില്ലാഹി മാ അലിംനാ അലൈഹി മിൻ സൂഅ قالت امرأة العزيز الآن حصحص الحق وأنا راودته عن نفسه وإنه لمن الصادقين. ഇതാണ് 51-ാമത്തെ ആയത്ത്. قال ما خطبكن إذ راوتن يوسف عن نفسه. രാജാവ് ചോദിക്കുന്നതാണ് സന്ദർഭം. ഇതിനു മുമ്പ് ഉള്ള ആയത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ അടുത്ത് രാജാവ് അയച്ച ദൂതൻ യൂസുഫിൻ്റെ അടുത്ത് ചെന്നു. യൂസുഫിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് യൂസുഫിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ യൂസുഫ് പറഞ്ഞ് ദൂതനെ മടക്കി അയച്ചു. രാജാവിനോട് ചോദിക്കുക, കൈ മുറിച്ച ആ സ്ത്രീകളുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കണം. ഇത് ദൂതൻ വന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് അന്ന് പാർട്ടിക്ക് പങ്കെടുത്ത സ്ത്രീകളെയും കൂട്ടത്തിൽ അസീസിന്റെ ഭാര്യയെയും വിളിച്ചു. എല്ലാവരെയും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് രാജാവ് അവരോടായി ചോദിക്കുന്നതാണ് സന്ദർഭം. അങ്ങനെ രാജാവ് ചോദിച്ചു, മാ ഖത്ബുകുന്ന, നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇത് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, യൂസുഫിനെ നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുൽന, അവർ പറഞ്ഞു, ഹാശ ലില്ലാഹ്, മആദല്ലാഹ്, അല്ലാഹുവിൽ ശരണം എന്ന് പറഞ്ഞു. യൂസുഫിന് എന്തെങ്കിലും മോശം ഉണ്ടാവുന്നതിന് തൊട്ട് അള്ളാഹുവിനോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു. ഒരു മോശവുമില്ല യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല മാ അലിംന അലൈഹി, യൂസുഫിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മിൻ സൂഇൻ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. യൂസുഫിന് അങ്ങനെ ഒരു തെറ്റോ ഒരു കുറ്റങ്ങളോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നുള്ള വിവരം അവര് വ്യക്തമാക്കി പറഞ്ഞു രാജാവിനോട്. അപ്പോൾ യൂസുഫ് നിരപരാധിയാണ് എന്നുള്ളത് രാജാവിന് ബോധ്യം വന്നു. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ സ്ത്രീകളുടെ സംസാരം, ഈ മറുപടി
അസീസിന്റെ ഭാര്യ കേട്ടപ്പോൾ പറയാണ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു, കാലത്ത് ഇംറാത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു, അൽ ആന ഇപ്പോൾ, ഹസ്ഹസൽ ഹഖു, തബയ്യനൽ ഹഖു എന്നർത്ഥം. ഹസ്ഹസ തബയ്യന, വ്യക്തമായി കഴിഞ്ഞു, അൽ ഹഖു യാഥാർത്ഥ്യം. അനറാബത്തുഹു, ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്. അൻ നഫ്സിഹി വഇന്നഹു, തീർച്ചയായും യൂസുഫ് ലമിന സാദിഖീൻ, സത്യസന്ധരിൽ പെട്ടയാളാണ്. ഈ പ്രശ്നം ഉണ്ടായ അന്ന് തന്നെ രണ്ടുപേരും വാതിലിന്റെ അവിടേക്ക് ഓടി. അപ്പോൾ അവിടെ ഈ സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടു. ഭർത്താവ് ആ നേരത്തെ അവിടെ പ്രത്യക്ഷപ്പെടാറില്ല, വീട്ടിൽ വരാറില്ല. അങ്ങനെ കണ്ടപ്പോൾ യൂസുഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഹിയർ ആബദത്തിനി അന്നഫ്സി എന്ന് പറഞ്ഞിരുന്നു. അവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന് അതേ രീതിയിൽ തന്നെ ഇപ്പോ ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്, യൂസുഫ് സത്യസന്ധരിൽപ്പെട്ടയാളാണ് എന്ന് ആ കുറ്റം ഏറ്റുപറയുന്നത് പോലെ യൂസുഫിന്റെ അസീസിന്റെ ഭാര്യ ഏറ്റുപറയാണ്. ഇത് പറയാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ പ്രേരണ എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്ര വേഗം ഇങ്ങനെ പറയാനുണ്ടായത്, അതായത് അസീസിന്റെ ഭാര്യ ആണ് ഈ സ്ത്രീ. ഈ സ്ത്രീ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അത് അവൾ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയാനുണ്ടായ സന്ദർഭം, സ്ത്രീകളെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, യൂസുഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല, ഒരു തെറ്റും യൂസുഫിൻ്റെ ഇല്ല, അങ്ങനത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യമായല്ലോ. യൂസുഫ് ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുമില്ലാത്ത ആളാണ് എന്നുള്ളത് സ്ത്രീയുടെ ഭർത്താവിനും ബോധ്യം വരും. അതിൻ്റെ പേരിൽ ആ കാര്യം തുറന്നു പറഞ്ഞതാണ്. ഞാൻ അവനെ ശ്രമിച്ചു എന്നല്ലാതെ വേറെ അതിലും വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളും അല്ല യൂസുഫ് എന്നുള്ളത് വ്യക്തമാക്കി പറയുകയും ചെയ്തു. അപ്പോൾ അസീസിന്റെ ഭാര്യക്ക് സംശയം, ഭർത്താവ്, ഈ സ്ത്രീയുടെ ഭർത്താവ് അസീസിന് അങ്ങനെയുള്ള സംശയങ്ങളും ഒന്നും ബാക്കി വെക്കേണ്ടി വന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് 51-ാമത്തെ ആയത്താണിത്. 52-ാമത്തെ ആയത്തിൽ പറയുന്നത്, ദാലിക, ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഈ ആലമ, അദ്ദേഹം അറിയാൻ വേണ്ടിയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസീസ്, അതല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്. രണ്ടാൾ പറഞ്ഞതും ആവായത്. ഒന്നുകിൽ യൂസുഫ് പറഞ്ഞ വാചകമാവാം, അതല്ലെങ്കിൽ അസീസിന്റെ ഭാര്യ ഈ സ്ത്രീ പറഞ്ഞ വാചകമാവാം. ദാലിക ലിയഅലമ അന്നീ ലം അഖുൻഹു ബിൽ ഗൈബി എന്നുള്ള വാചകം. ദാലിക, ഇത്, ലിയഅലമ, അദ്ദേഹം അറിയാൻ വേണ്ടി, അന്നീ, തീർച്ചയായും, ഞാൻ, ലം അഖുൻഹു, അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അറിയാൻ വേണ്ടി, ബിൽ ഗൈബി, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന്, ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടി. ഇത് യൂസുഫ് പറഞ്ഞതാണെങ്കിൽ അതിന്റെ മീനിങ് എൻ്റെ യജമാനൻ അറിയാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ലം അഖുൻഹു, യജമാനനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, ബിൽ ഗൈബി, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ. അല്ല, ഈ സ്ത്രീ പറഞ്ഞ വാചകമാകുമ്പോൾ എന്താ അർത്ഥം? ദാലിക, ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ, യഅലമ, എൻ്റെ ഭർത്താവ് അസീസ് അറിയാൻ വേണ്ടി, അന്നീ ലം അഖുൻഹു, അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, ബിൽ ഗൈബി, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എന്ന്. ഇങ്ങനെ രണ്ട് നിലക്കും. ഈ അതിന് ശേഷം ഇത് 52-ാമത്തെ ആയത്താണ്. 53-ാമത്തെ ആയത്തും ഈ 52-ാമത്തെ ആയത്തും രണ്ടും ഈ സ്ത്രീ പറഞ്ഞതാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ്
എന്നാണ് ഈ മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ പറയുന്നത്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലാ യഹ്ദി, അവൻ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല, കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രത്തെ അവൻ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്നുള്ളതും അതിൻ്റെ പേരിലുമാണ് ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. 53-ാമത്തെ ആയത്തിൽ വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വമാ ഉബരിഉ നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല, നിരപരാധിത്വം കൽപ്പിക്കുന്നില്ല എൻ്റെ നഫ്സിന്. നഫ്സ് എന്ന് പറഞ്ഞാൽ പിശാചിനേക്കാൾ വലിയ ദോഷം ചെയ്യുന്നതാണ് നഫ്സ്. ഓരോ മനുഷ്യൻ്റെയും നഫ്സ് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. കാരണം നഫ്സ് അമ്മാറത്തും ബിസ്സൂയി, തിന്മ കൊണ്ട് പ്രേരിപ്പിക്കുന്നതാണ്, ദുഷ്പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അതാണ് നഫ്സ് എന്ന് പറയുന്നത്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് അനുഗ്രഹിച്ച നഫ്സുകൾ ഒഴികെ. എൻ്റെ റബ്ബ് അനുഗ്രഹിച്ച നഫ്സിന് ഇസ്മത്തുണ്ട്. ഇസ്മത്ത് കിട്ടിയ, അള്ളാഹുവിൻ്റെ കാവൽ ലഭ്യമായ നഫ്സുകളാണെങ്കിൽ ആ നഫ്സിന് ഇത്ര കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത നഫ്സുകളൊക്കെ ഈ ദുഷിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ്. ആ പ്രേരണയിൽ മനുഷ്യൻ വീണു പോകും. അതാണ് എനിക്ക് സംഭവിച്ചത് എന്നാണ് അസീസിന്റെ ഭാര്യ പറയുന്നത്. വമാ ഉബരിഉ നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ ഭാര്യയാക്കുന്നില്ല, നിരപരാധിത്വം കൽപ്പിക്കുന്നില്ല എന്നാര് പറയുന്നു? അസീസിന്റെ ഭാര്യ. കാരണം എന്താ? ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഇ, നഫ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഈ തിന്മയിൽ പെട്ടുപോയതാണ്. ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ ചെയ്ത നഫ്സുകൾ ഒഴികെ ബാക്കി എല്ലാ നഫ്സുകളും ഇങ്ങനെ ദുഷ്ടപ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പെട്ടുപോയി. ഞാൻ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് ഗഫൂറുൻ, പൊറുക്കുന്നവനും റഹീമും കരുണാനിധിയുമാണ്. ഈ 2 ആയത്തും ഈ സ്ത്രീ പറഞ്ഞതാവാനാണ് സാധ്യത എന്നാണ് അധികം മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിനു ശേഷമായിട്ട് അപ്പോൾ രാജാവിനും ബോധ്യമായി ഇപ്പൊ കാര്യങ്ങളൊക്കെ. യൂസുഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഈ സമയത്തും യൂസുഫ് ഇവരുടെ കൂടെ ഇല്ല, അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിലും അദ്ദേഹം പറയാൻ സാധ്യതയില്ല ഇവിടെ വെച്ചിട്ട്. അദ്ദേഹം ജയിലിലാണല്ലോ. പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം പറഞ്ഞ ആവാം, പക്ഷെ അതിനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇങ്ങനൊരു സംസാരം അവിടെ നടന്നിട്ടില്ല. അദ്ദേഹം ജയിലിൽ വന്നതിന് ശേഷം അങ്ങനൊരു സംസാരം നടന്നതായിട്ട് ആയത്തുകളിൽ വിവരിക്കുന്നുമില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇത് സ്ത്രീയുടെ സംസാരമാണ്. ദാലിക്കലി അലമ അന്നീലം മഖുൻഹു ബിൽ ഗൈബി എന്നതും വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹ്മ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, ഈ ആയത്തും സ്ത്രീയുടെ സംസാരത്തിൽപ്പെട്ടതാണ് എന്ന് വെക്കാനാണ് സാധ്യത എന്നാണ് കൂടുതൽ മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത്. ഈ അമ്മാറത്തും ബിസ്സൂ, തിന്മ കൽപ്പിക്കുന്ന നഫ്സുകൾ, അമ്മാറത്തും ബിസ്സൂ ഉണ്ട്, ലവ്വാമത്തുണ്ട്. നഫ്സുകളുടെ കൂട്ടത്തിൽ അമ്മാറത്ത്, ലവ്വാമത്ത്, മുത്തുമയിന്നത്ത്. ഇതിൽ മുത്തുമയിന്നത്താണ് ഏറ്റവും നല്ല നഫ്സ്. മുത്തുമയിന്നത്തായ നഫ്സ് എന്ന് പറഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമയിന്ന ഇർജിഉ ഇലാ റബ്ബികി റാളിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇങ്ങനെ ഒരായത്ത് ഫജ്ർ സൂറത്തിലുണ്ട്. ഈ മുത്മഇന്നത്തായ നഫ്സേ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അള്ളാഹു വിളിച്ചു പറയുന്ന മുത്മഇന്നത്തായ നഫ്സ് ഉണ്ട്. അത് നല്ല നഫ്സാണ്. ഖൈറ്, നല്ല കാര്യങ്ങളെ കൽപ്പിക്കുള്ളൂ, ഒരു നിലക്കും വരില്ല ആ മുത്മഇന്നത്തായ നഫ്സിൻ്റെ നിന്ന്.
ഇനി ലവ്വാമത്തുണ്ട്, അമ്മാറത്തുണ്ട്. ഇത് രണ്ടും പെശകുള്ള നഫ്സുകളാണ്. അത് ലവ്വാമത്തിനെ സംബന്ധിച്ച് സൂറത്ത് അൽ ഖിയാമയിൽ പറയുന്നുണ്ട്, ലവ്വാമത്തിനെ സംബന്ധിച്ച്. അപ്പോ ഈ മുത്തുമഇന്ന എന്ന് പറഞ്ഞ നഫ്സാണ് നല്ല നഫ്സ്. ഇങ്ങനെയുള്ള നഫ്സുകളൊക്കെ നഫ്സിന്റെ പ്രേരണയാൽ മനുഷ്യനാകെ കുഴപ്പത്തിൽ ചെന്ന് ചാടും. അത് അംഗീകരിക്കുമ്പോൾ നഫ്സിന്റെ പ്രേരണകളും മറ്റും സ്വീകരിക്കാതെ വരുന്നവർക്ക് രക്ഷപ്പെടാം എല്ലാ നിലക്കും. ഇനി രാജാവിന് ബോധ്യമായ നിലക്ക് ഇപ്പൊ രാജാവ് പറയുന്നത്, യൂസുഫിനെ കൂട്ടി എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ, എനിക്ക് അദ്ദേഹത്തെ എൻ്റെ പ്രത്യേക ആളുകളിൽ ഉൾപ്പെടുത്തും ഞാൻ, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നാ പറയുന്നത് 54-ാമത്തെ ആയത്തിൽ. വഖാലൽ മലികു ഉതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി ഫലമ്മ കല്ലമഹു ഖാല ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ. ഖാലൽ മലികു, രാജാവ് പറഞ്ഞു, ഉതൂനി ബിഹി, യൂസുഫിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ, അസ്തഖ്ലിസുഹു ലിനഫ്സി, ഞാൻ എൻ്റെ പ്രത്യേകക്കാരനായി ഞാൻ യൂസുഫിനെ സ്വീകരിക്കുന്നതാണ്, എൻ്റെ പ്രത്യേകക്കാരിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അജ്അൽഹു മിൻ ഖാസത്തി വ ഖുലസായി, എൻ്റെ പ്രത്യേകക്കാരിൽ ഞാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തും, അദ്ദേഹത്തെ എൻ്റെ പ്രത്യേകക്കാരിൽ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും അദ്ദേഹത്തെ. അതുകൊണ്ട് യൂസുഫിനെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ യൂസുഫ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാജാവിൻ്റെ അടുക്കലെത്തി. എത്തിയപ്പോൾ ഫലമ്മ കല്ലമഹു, രാജാവ് യൂസുഫുമായി സംസാരിച്ചപ്പോൾ, രാജാവുമായി സംസാരിച്ചപ്പോൾ, യൂസുഫിനായിട്ട് രാജാവ് സംസാരിച്ചപ്പോൾ രാജാവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യൂസുഫ് എന്നുള്ളത് രാജാവിന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യൂസുഫ്. അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അദ്ദേഹത്തിന്റെ എല്ലാം അത്ഭുതമായി രാജാവിന്. അങ്ങനെ രാജാവ് പറയാണ്, ഇന്നക്ക, തീർച്ചയായും നിങ്ങൾ, അല്യൗമ, ഇന്ന്, ലദൈന, നമ്മളുടെ അടുക്കൽ, മക്കീനുൻ, നല്ലൊരു സ്ഥാനമുള്ള ആളാണ്, അമീനുൻ, വിശ്വസ്തനുമാണ്. നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വളരെയധികം സ്ഥാനമുണ്ട്, ഉന്നതമായ ഒരു സ്ഥാനം. ഈ സ്ഥാനമനുസരിച്ച് നിങ്ങൾക്ക് അത് ഉടനെ ആ സ്ഥാനത്തിന് നിങ്ങൾ അനുയോജ്യനാണ്, നിങ്ങൾ വിശ്വസനമാണ് എന്നൊക്കെ രാജാവ് അദ്ദേഹത്തോട് പറയാണ്. ഇത് കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ ഒരു ഉന്നതമായ ഒരു സ്ഥാനത്ത് നിർത്തുവാനുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ യൂസുഫ് പറയാണ്, ഖാല ജഅൽനി അലാ ഖസായിനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം, എന്നെ ഈ ഈജിപ്തിന്റെ ഈ ഭൂമിയിൽ ഉള്ള ഖജനാവുകളുടെ അധികാരം എന്നെ ഏൽപ്പിക്കൂ എന്ന് യൂസുഫ് അപേക്ഷിക്കുകയാണ്. ഇന്നി ഹഫീദുൻ അലീം, അത് നോക്കി നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്, അതിനുള്ള വിവരമുണ്ട്, അതിൻ്റെ പേരിൽ എന്നെ ഏൽപ്പിക്കുക, എന്ത്, ഭൂമിയിലെ ഖജനാവുകളുടെ അധികാരം എന്നെ ഏൽപ്പിക്കണം എന്ന് യൂസുഫ് അപേക്ഷിക്കുകയാണ് രാജാവിനോട്. അപ്പോൾ ഈ അപേക്ഷ അനുസരിച്ച് രാജാവ് അത് ചെയ്തു. ഈ അധികാരം യൂസുഫിനെ ഏൽപ്പിച്ചു. എങ്ങനെ അധികാരം ഏൽപ്പിക്കുന്നത്? ഈ അധികാരങ്ങളെല്ലാം അസീസ് കൈകാര്യം ചെയ്തിരുന്ന അധികാരങ്ങളായിരുന്നു. അസീസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട്, അസീസ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു രാജാവിൻ്റെ കീഴിലുള്ള. ഈ അധികാരത്തിൽ നിന്ന് അസീസിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് യൂസുഫിനെ നിയമിക്കുകയാണ്. അങ്ങനെ നിയമിച്ചു. യൂസുഫ് അലൈഹിസ്സലാം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്
അദ്ദേഹം വസാറത്തുൽ വസാറയുടെ അധികാരമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ആ പോസ്റ്റിൽ രാജാവിൻ്റെ പേര് റയ്യാൻ ബിൻ വലീദ് എന്നാണ് രാജാവിൻ്റെ പേര്. രാജാവ് ഈ പോസ്റ്റിലായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നിയമിച്ചു. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്ററാണ് യൂസുഫ് അലൈഹിസ്സലാം. അങ്ങനെ നിയമിച്ചു. ഈ അസീസ് ഉണ്ടല്ലോ, അസീസ് താമസിയാതെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. അങ്ങനെ അസീസ് മരിക്കാൻ അധികം താമസിയാതെ മരിച്ചപ്പോൾ റയ്യാൻ ബിൻ വലീദ് എന്ന രാജാവ് അസീസിന്റെ ഭാര്യയെ യൂസുഫിന് കല്യാണം കഴിച്ചു കൊടുത്തു. അസീസിന്റെ ഭാര്യ എന്ന് പറഞ്ഞത് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീയാണ്. അത്ഫീർ എന്നാണ് അസീസിന്റെ പേര്. അത്ഫീറിന്റെ ഭാര്യയെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ തഫ്സീറുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ 2 മക്കളുണ്ടായി. മക്കളുടെ പേര് അഫ്രായിഷിം ബിൻ യൂസഫ്. അഫ്രായിഷിം എന്നാണ് ഒരു മകന്റെ പേര്. ഒരു മകന്റെ പേര് മീഷ എന്നാണ്. ഈ 2 മക്കള്. അതിൽ അഫ്രായിഷിമിന് ഒരു മകൻ ജനിച്ചു, വേറൊരു മകൻ ജനിച്ചു. അത് യൂശുവ നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയായ നൂനായിരുന്നു. പിന്നെ അഫ്രായിഷിമിന് ഒരു പെൺകുട്ടിയും ജനിച്ചു. അത് റഹ്മത്ത് ബീബിയായിരുന്നു. അത് അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയായിരുന്നു പിൽക്കാലത്ത്. ഇങ്ങനെയെല്ലാം ചരിത്രങ്ങളുണ്ട്. പിന്നെ വേറൊരു റിപ്പോർട്ട് അനുസരിച്ച് ഫുദൈൽ ബിൻ ഇയാദ് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അത് അസീസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വശീകരിച്ച ഈ സ്ത്രീ റോഡിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം അതിലൂടെ നടന്നുപോയി. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ച ഈ സ്ത്രീ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹി വൽ മുലൂക അബീദൻ ബിമഅസിയതിഹി. അടിമകളെ രാജാക്കന്മാരാക്കി അവരുടെ അള്ളാഹുവിന് അവർ അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് അബ്ദുകളെ രാജാക്കന്മാരാക്കി. രാജാക്കന്മാരെ അബ്ദുകളുമാക്കി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതുകൊണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിന് സ്തുതി എന്ന സ്ത്രീ പറയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. അല്ലതി, എങ്ങനെയുള്ള അള്ളാഹു ജഅലൽ അബീദ, അടിമകളെ അവനാക്കി, മുലൂക്കൻ, രാജാക്കന്മാരാക്കി, ബിതഅതിഹി, അവനനുസരിച്ച് ജീവിച്ചത് കാരണം. അബ്ദുകള് അവനനുസരിച്ച് ജീവിച്ചപ്പോൾ അവരെ രാജാക്കന്മാരാക്കി. അബ്ദായിട്ടാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം ഈ കൊട്ടാരത്തിലേക്ക് വന്നത്. അബ്ദായിട്ടാണല്ലോ. അതിനെ പരാമർശിച്ച് പറയാണ്, അബ്ദുകളെ രാജാക്കന്മാരാക്കി അവർ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതുകൊണ്ട്. പിന്നെ ഇപ്പോ ആജാധികാരം, ഭരണത്തിന്റെ അധികാരങ്ങളൊക്കെ കിട്ടിയ ആളാണ് ആര്? യൂസുഫ്. ആദ്യം അടിമയായിട്ടാണല്ലോ ഇവർ വാങ്ങിയത്. അപ്പൊ യജമാനത്തിയാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്. അതിനെ പരാമർശിച്ച് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹി വൽ മുലൂക അബീദൻ ബിമഅസിയതിഹി. രാജാക്കന്മാര് അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അവരെ അടിമകളുമാക്കി അള്ളാഹ്. അത്
അസീസും ഭാര്യയും പരാമർശിച്ചാ പറഞ്ഞത്. അസീസ് മരിച്ചുപോയി. പിന്നെ അസീസിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഉള്ളത്. അവരിപ്പോ അടിമകളുടെ സ്ഥാനത്താണ്, അധികാരം നഷ്ടപ്പെട്ടിട്ട്. ഇത് വേറൊരു റിപ്പോർട്ടാണ്. ആദ്യം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് യൂസുഫിനെ ഈ സ്ത്രീ കല്യാണം കഴിച്ചു. രാജാവ് റയ്യാൻ ബിൻ വലീദ് വിവാഹം ചെയ്തു കൊടുത്തു യൂസുഫിന് ഈ സ്ത്രീയെ. അതിൽ 2 മക്കൾ ജനിച്ചു, അഫ്രായിഷും മീശ. അഫ്രായിഷിമിന് ഒരു മകൻ ജനിച്ചു, അത് നൂൻ. യൂഷ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് നൂൻ എന്നാണ്. പിന്നെ വേറൊരു മകള് ജനിച്ചു, അത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ റഹ്മത്ത്. ഇങ്ങനെയെല്ലാം ഏതായിരുന്നാലും ഈ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഉത്തരവാദിത്വം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കിട്ടി. അദ്ദേഹം അപേക്ഷിച്ചതുപോലെ തന്നെ കാല ജഅൽനി അലാ ഖസായിനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ അധികാരം രാജാവ് കൊടുത്തു. എന്നിട്ട് പറയുന്നത് 56-ാമത്തെ ആയത്തിൽ കദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈസു യശാഉ നുസീബു ബിറഹ്മതിനാ മൻ നശാഉ വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. കദാലിക ഇപ്രകാരം മക്കന്ന നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു യൂസുഫിനെ ഫിൽ അർളി ആ ഈജിപ്തിന്റെ ഭൂമിയിൽ, ഈജിപ്തിൽ മിസ്റിൽ അധികാരം നൽകി നാം യൂസുഫിന്. യതബവ്വഉ മിൻഹാ ഹൈസു യശാഉ, യൂസുഫ് ഉദ്ദേശിച്ചിടത്തെല്ലാം പോവാനും അധികാരം അനുസരിച്ച് പ്രവർത്തിക്കുവാനും എവിടെ വേണമെങ്കിലും വീട് വെച്ച് താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. നുസീബ് ബിറഹ്മത്തിന, നമ്മളുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം, നമ്മളുടെ അനുഗ്രഹത്തെ നമ്മൾ അനുഭവിപ്പിക്കും. ബമന്നശാവു, നമ്മൾ ഉദ്ദേശിച്ചവർക്ക്. നമ്മളുടെ ഈ റഹ്മത്ത്, അനുഗ്രഹം നമ്മൾ നൽകും. മന്നശാവു, നമ്മൾ ഉദ്ദേശിച്ചവർക്ക്. വലാനുല്ലയവും, നമ്മൾ പാഴാക്കുകയില്ല. അജ്റൽ മുഹ്സിനീൻ, സച്ചരിതരായ ആളുകൾക്കുള്ള പ്രതിഫലം നമ്മൾ പാഴാക്കുകയില്ല. അത് എല്ലാവർക്കും അവർക്ക് അനുസരിച്ച പ്രതിഫലങ്ങൾ ലഭ്യമാവാൻ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാൽ ഇതൊക്കെയാണ് യൂസുഫ് അലൈഹിസ്സലാമിന് ദുനിയാവിൽ വെച്ച് കിട്ടിയ സൗകര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ആഖിറത്തിലോ അജ്റുൽ ആഖിറത്തിലുള്ള പ്രതിഫലം ഇതിനേക്കാൾ ഖൈറാണ്. യൂസുഫിന് കിട്ടാൻ പോകുന്നത് ഇതിലും വലിയ ഖൈറാണ്, ഖൈറായ പ്രതിഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഇതാർക്കാണ്? യൂസുഫിന് മാത്രമാണോ? അല്ല. ലില്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, സത്യവിശ്വാസികളും മുത്തഖീങ്ങളുമായി ജീവിച്ച ആളുകൾക്കൊക്കെ കിട്ടുന്നത് ആഖിറത്തിന്റെ പ്രതിഫലം. അതാണ് ഏറ്റവും ഉത്തമമായത്. ഈ 57 ആയത്തുകളാണ്, 57-ാമത്തെ ആയത്തുകളാണ് ഇപ്പോൾ പറഞ്ഞത്. മൊത്തം ഇപ്പോൾ 57 ആയത്തായി. ഇന്ന് 7 ആയത്തുകൾ എടുത്തിട്ടുണ്ട്. ഇനി 58-ാമത്തെ ആയത്ത്, യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പഴയ സഹോദരന്മാരുമായി കണ്ടുമുട്ടുന്ന വളരെ ആകർഷകമായ ഒരു ചരിത്രത്തിലേക്കുള്ള തുടക്കമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.